എവരിവൺ, നമുക്കൊരു പ്രീ വെഡിങ് പാർട്ടിക്ക് വേണ്ടിയിട്ട് റെഡി ആയാലോ? ശരിക്കും ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ടെൻഷനും ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ബ്രൈഡ് തന്നെയാണ് കേട്ടോ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കേക്കും 100 പുഡിങ്സ് വരുന്ന ഒരു ഡിസേർട്ട് ടേബിളാണ് നമ്മളോട് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇവൻറ്റ് എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളത് ആ കുട്ടി വെൽ പ്ലാൻഡ് ആയിരുന്നേ. അതുകൊണ്ട് തന്നെ നമ്മളോട് എത്ര പുഡിങ് വേണം, അതെങ്ങനെയെല്ലാം സെറ്റ് ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 100 പുഡിംഗ് ആണല്ലോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 25 എണ്ണം വരുന്ന 4 സെറ്റായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അതായത് 4 ടൈപ്പ് ഓഫ് പുഡിങ്. ഒന്ന് ഓറിയോ, ലോട്ടസ് ബിസ്കോഫ്, സ്ട്രോബെറി കസ്റ്റഡ്, പിന്നെ ഒരു ഫ്രൂട്ട് സാലഡ്. ഇങ്ങനെ 4 ടൈപ്പ് പുഡിംഗ് ആയിരുന്നു കേട്ടോ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണ് മെഷർമെൻ്റ് എന്നുള്ളത് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കുന്നത്. കാണുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നുമെങ്കിലും പല തവണകളായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ചേട്ടായി കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എല്ലാം കറക്റ്റ് സമയത്തിന് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റി. അപ്പം നമ്മുടെ മലയാളി റെസ്റ്റോറൻറ്റ് മിൻറ്റ് ലീഫിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫംഗ്ഷൻ. റൊസാന ഇവൻറ്റ്സ് ആയിരുന്നത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഇവൻറ്റിൽ പാർട്ടാവാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അതിന് എന്നെ വിശ്വസിച്ച അവസരം തന്ന ഡോണയോട് ഞാൻ ബിഗ് താങ്ക് യു പറയുകയാണേ. അപ്പോൾ നമ്മുടെ പുഡിംഗ് എല്ലാം ഇവിടെ ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതവിടെ കൊണ്ടുപോയി അറേഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അടുത്ത പാർട്ടായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാവേ. ഇതോടൊപ്പം നമുക്കൊരു കേക്കും കൂടി ഉണ്ടായിരുന്നു. പ്രീ വെഡിങ് ഫംഗ്ഷൻ ആണെങ്കിൽ കൂടി വെഡ്ഡിങ് തീമിൽ തന്നെയാണ് നമ്മൾ കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് കേക്ക് ടോപ്പറിന് പകരം ഒരു റിംഗ് കേക്ക് ടോപ്പർ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വെച്ച് കൊടുത്തിട്ട് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ ഫോർ നൗ.